ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ലണ്ടനാണ്. ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടനാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പോൾ ആംനെസ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അം കഴിച്ചു. എന്താ അം കഴിച്ചത്? ലഡു എന്ന് കണക്ട് ചെയ്യാം. അം കഴിച്ചു ലഡു. ലഡു എന്നതിൽ നിന്ന് ലണ്ടൻ എന്ന് കണക്ട് ചെയ്യാലോ. അം കഴിച്ചു ലഡു. ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടനാണ്. ഇനി ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ആംസ്റ്റർഡാം ആണ്. ആംസ്റ്റർഡാം ആണ് ഗ്രീൻ പീസിന്റെ ആസ്ഥാനം. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം? ഗ്രീൻ പീസ്, പീസ് ഇട്ടോ, സമാധാനം എന്നോർക്കാം. അപ്പൊ സമാധാനത്തിന്റെ പച്ചക്കൊടി വീശിയാൽ നമ്മുടെ ജീവിതം എന്താണ്? സ്റ്റാർ ആവും എന്നോർക്കുക. സമാധാനത്തിന്റെ പച്ചക്കൊടി വീശിയാൽ ജീവിതം എന്താണ്? സ്റ്റാർ പോലെ തിളങ്ങും എന്നോർക്കുക. സ്റ്റാർ എന്നതിൽ നിന്ന് ആംസ്റ്റർഡാം എന്ന് കണക്ട് ചെയ്യാലോ. ഇനി ഒപ്പക്കിന്റെ ആസ്ഥാനം വിയറ്റ്നയാണ്. ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? വിയറ്റ്നയാണ്. അപ്പൊ നമുക്ക് വിയർപ്പ് ഒപ്പി എന്ന് കണക്ട് ചെയ്യാം. വിയർപ്പ് ഒപ്പി, വിയർപ്പ് ഒപ്പി എന്ന് കണക്ട് ചെയ്യാം. വിയർപ്പ് ഒപ്പി. അപ്പൊ ഒപ്പക്കിന്റെ ആസ്ഥാനം വിയറ്റ്നയാണ്. ഇനി അപ്പക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? സിംഗപ്പൂരാണ്. അപ്പൊ എങ്ങനെ ഓർക്കാം? സിംഗ് അപ്പ എന്നോർക്കാം. സിംഗ് അപ്പ. അപ്പനോട് പാടാൻ പറയാണ് അല്ലേ. സിംഗ് അപ്പ എന്നതിൽ നിന്ന് അപ്പക്കിന്റെ ആസ്ഥാനം സിംഗപ്പൂരാണ് എന്ന് കണക്ട് ചെയ്യാലോ. ഇനി അന്താരാഷ്ട്ര നാണയനിധി എവിടെയാണ്? അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. വാഷിംഗ്ടൺ DC ആണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം. അപ്പൊ നമുക്ക് നിധി കിട്ടിയില്ലേ. നിധിയിൽ എന്താണ്? ടൺ കണക്കിന് നാണയങ്ങളാണ് എന്നോർക്കാം. നിധിയിൽ ടൺ കണക്കിന് നാണയങ്ങളാണ് എന്നോർത്താൽ അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. ഇനി ലോക ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം? ലോക ബാങ്കിൽ എന്താണ്? ടൺ കണക്കിന് കാശാണ് എന്നോർക്കാം.